gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate. Hey, what's up guys, welcome back to another video. iPhone series Pro or Pro Max, which one is best for you? Battery, weight, display size, ഈ മൂന്ന് കാര്യത്തിലുമാണ് രണ്ട് ഫോണും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഉള്ളത്. അതല്ലാതെ ഓൾ ഫീച്ചേഴ്സ് സെയിം ആണ്. ചിപ്സെറ്റ്, പെർഫോമൻസ് സ്കോർ, എഫിഷ്യൻസി സ്കോർ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് സി ചാർജിങ്ങിൻ്റെ ടൈപ്പ് ആൻഡ് ഓൾ ഫിസിക്കൽ ബട്ടൺസ്, ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എല്ലാം ഓൾ ഫീച്ചേഴ്സ് ആർ സെയിം ആണ്. ബെറ്റർ ഓപ്ഷൻ iPhone 17 Pro ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബിഗ്ഗർ ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പ്രോ മാക്സിലേക്ക് പോവാം. ലേറ്റസ്റ്റ് iPhone 17 Pro സീരീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. ഓറഞ്ച് കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള വെറൈറ്റി കളർ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 3 കളർ വേരിയൻ്റ് ആണ്. ഓറഞ്ച് വരുന്നുണ്ട്, ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു സിൽവർ കളർ. പെപ്പർ ചേംബർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ബിൽറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടൈറ്റാനിയം ബിൽറ്റ് ഓപ്ഷൻ ഇല്ല, അലുമിനിയം ബിൽറ്റ് ആണ് ഇതിന്റെ ബോഡി വരുന്നത്. ബിക്കോസ് ഇതിൽ ഹീറ്റ് മാനേജ്മെന്റ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളതാണ് പറയുന്നത്. ടൈറ്റാനിയം ബിൽറ്റ് ഇത്തവണ iPhone എയറിൽ മാത്രമാണ് വരുന്നത്. ബിക്കോസ് അത് ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ടാണ് അതിൽ ടൈറ്റാനിയം ബിൽറ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെയും അലൂമിനിയം ബിൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഇങ്ങനെ വളഞ്ഞിട്ട് പോലെ നിൽക്കുന്ന അവസ്ഥയായി പോകും. ലേറ്റസ്റ്റ് സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. Pro Max എല്ലാം രണ്ടും സെയിം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാര്യങ്ങൾ മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത്. പ്രീവിയസ് വേർഷനെ വെച്ചിട്ട് 4 ടൈം സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ ആ ബാറ്ററി ഇരിക്കുന്ന ആ ഏരിയയിൽ, പേപ്പർ ചേംബറിന്റെ ആ ഏരിയ, അവിടെ മാത്രമേ സെറാമിക് ഷീൽഡിന്റെ ബാക്ക് സൈഡിലുള്ള കോട്ടിങ് വരുന്നുള്ളൂ. ഫ്രണ്ടിൽ എൻ്റെ ഡിസ്പ്ലേ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആന്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ്. A19 Proയുടെ ചിപ്സെറ്റ് ആണ് ലേറ്റസ്റ്റ് iPhone Pro Max Air. ഈ മൂന്നിലും A19 Proയുടെ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് iOS 26 ആണ്. ഇതിൽ മറ്റേ CPU GPU അതിന്റെ കോർ വരുന്നത് സിസ്കോർ CPU-ൽ 2 പെർഫോമൻസ് സ്കോറും 4 എഫിഷ്യൻസി സ്കോറും ആണ് വരുന്നത്. ആൻഡ് GPU വരുന്നതും സിസ്കോർ GPU ആണ് വരുന്നത്. A18 Proയിൻ്റെക്കാളും 4 ടൈം ഫാസ്റ്റർ ആയിരിക്കും A19 Pro ചിപ്സെറ്റ്. AI ഫീച്ചേഴ്സൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് iPhone 17 സീരീസിൽ. വെയിറ്റ് വരുന്നത് പ്രോയിൽ വരുന്നത് 240 gram ആണ് വെയിറ്റ് വരുന്നത്. 231 gram വരും. 339 gram വരും പ്രോ മാക്സിന്റെ വെയിറ്റ്. ഡിസ്പ്ലേ രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ 17 Proയിൽ 6.3 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോ മാക്സിൽ 6.9 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 3998 mAhന്റെ ബാറ്ററിയാണ് 17 Proയിൽ കൊടുത്തിരിക്കുന്നത്. 4823 mAh 4823 mAhന്റെ ബാറ്ററിയാണ് പ്രോ മാക്സിൽ വന്നിരിക്കുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം 18 MBയുടെ സെൻട്രൽ സ്റ്റേജ് ക്യാമറ, നമ്മുടെ 17ലും എയറിലും ഒക്കെ കണ്ട സെയിം 18 MBയുടെ സെൻട്രൽ സ്റ്റേജ് ക്യാമറയാണ്. വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഡ്യുവൽ ക്യാപ്ചർ, ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉപയോഗിച്ചിട്ട് സെയിം വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള ആ സെയിം ഫീച്ചേഴ്സ് എല്ലാം ഇതിലും വരുന്നുണ്ട്. ആൻഡ് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 48 MBയുടെ ലെൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. 48 MBയുടെ മെയിൻ ഫ്യൂഷൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 48 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 48 MBയുടെ ടെലിഫോട്ടോ ലെൻസും. ഇങ്ങനെ 48 MBയുടെ 3 ലെൻസസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ 200 mm ഫോക്കൽ ലെങ്ത് വരെ സൂം സപ്പോർട്ട് ചെയ്യും. പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് 8x ഒപ്റ്റിക്കൽ സൂം ആണ്. ഡോൾബി വിഷൻ HDR 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പ്രോറസ് ലോഗ് വീഡിയോസ് സപ്പോർട്ട് ചെയ്യും. പ്രോറസ് റോ വീഡിയോസ് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലേറ്റസ്റ്റ് ഒരു ജെൻ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ക്യാം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്രൊഫഷണൽ ലെവൽ വീഡിയോഗ്രാഫേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണത്. പിന്നെ വരുന്നത് ഓൾ വേരിയൻസ് 256 GB സ്റ്റോറേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ 256 GB, 512 GB, 1 TB ആണ്. പിന്നെ പ്രോയിൽ വരുന്നത്, പ്രോ മാക്സിലാകുമ്പോഴത്തേക്കും 2 TBയുടെ വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ പ്രൈസ് വേരിയൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 17 Proയുടെ പ്രൈസ് 256 GB സ്റ്റാർട്ട് ചെയ്യുന്നത് 1,34,900 512 GB 1,54,900 വരും. 1 TB 1,74,900 വരും. പ്രോ മാക്സ് 256 GB 1,50,000 രൂപ വരും. 1,49,900 വരും. ആൻഡ് 512 GB വരുമ്പോഴത്തേക്കും 1,69,900, 1 TB 1,89,900, 2 TB 2,29,900. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.